ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഏണിങ്സ് സംബന്ധിച്ചിട്ട് നിങ്ങൾ തമിഴിൽ കണ്ട മാതിരി തന്നെ അതിന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തിട്ടല്ല, പിന്നെ എന്താ പറയാ, സ്കിപ്പ് ചെയ്ത് പോവേ, സ്ക്രോൾ ചെയ്ത് പോവേ, എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ആവശ്യമുള്ളവർ മാത്രം കാണാം. അപ്പൊ ആദ്യമായിട്ട് കാണാൻ വരുന്ന ആരായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇത് ഉപകാരമുള്ളതാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്താ വെച്ചാൽ എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാല് എനിക്ക് 4-5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് യൂട്യൂബ് ചാനൽ എടുത്തിട്ട്. എക്സ്പീരിയൻസ് എന്നൊന്നും പറയണില്ല, പോട്ടെ. 4-5 വർഷമായി ഞാൻ ചാനൽ നിർത്തിട്ട്. അപ്പോ എനിക്ക് ഏണിങ്സ് വല്ലതും എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ 2 വർഷം ഏണിങ്സ് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവള് മുഖാന്തരമാണ് ഞാൻ ഇത് ചാനലില് പേപ്പർ വർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പൊ അവള് ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ ഓൺലൈനിൽ തന്നെ അവള് ഇതാക്കി ചെയ്ത് തന്നിട്ടുള്ള കാര്യമായിരുന്നു. ഞങ്ങള് ഇവിടെ നിൽക്കും ഓൺലൈനിൽ തന്നെ, അങ്ങനെ ഓരോ കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. അല്ലാതെ എനിക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഒന്നാമത്തത് നോക്കി 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 എന്തെങ്കിലും പേടിയാണ്, ഒരു സ്പെല്ലിങ്ങോ വേറെ എന്തെങ്കിലും തെറ്റിയാൽ അത് പണിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പേടി എനിക്കുണ്ട്. അപ്പൊ ആദ്യമേ കിടന്ന് കളിക്കണ്ടല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിൽക്കാത്ത കേട്ടോ. പിന്നെ സമയം, ഒരുപാട് നേരം അതിമ കിടന്ന് കളിക്കണം, സമയവും ഇല്ല. അപ്പൊ അതുകൊണ്ട് അവളോടാണ് ഞാൻ പറഞ്ഞിട്ട് ചെയ്തിരുന്നത് കേട്ടോ. നല്ലൊരു കൂട്ടുകാരിയാണ്, നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവളും അവിടെ മൂത്തച്ചിയും പിന്നെ അച്ഛനും ഒക്കെ ആയിട്ട് നമുക്ക് എല്ലാ ബാക്ക്ഗ്രൗണ്ട് എല്ലാ സപ്പോർട്ടായിരുന്നു നമുക്ക് ആ കാലത്ത് കേട്ടോ. പേര് ഞാൻ പറയാം, ബാംഗ്ലൂരിലാണ്. ഷഹനാസ് എന്നാണ് പേര്, മിസ്രിയ. പിന്നെ അവര് അച്ഛന്റെ പേര് ഞാൻ വല്ലാതെ അങ്ങോട്ട് ഓർക്കുന്നില്ല, മറന്നു പോയിട്ട്, സോറി. അപ്പം അവരൊന്നും എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് എന്നും മനസ്സിലുണ്ട് കേട്ടോ. അപ്പൊ അത് പറഞ്ഞേ പറ്റൂ, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഫാമിലിയിലൊന്നും എനിക്ക് വേറെ പിന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. അത്രയും സപ്പോർട്ടായിരുന്നു. ആഡ്സെൻസ് അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വന്നിട്ടുണ്ടാവുമല്ലോ, എനിക്കും വന്നു. 2 വർഷം കഴിഞ്ഞപ്പോ എനിക്കും വന്നു. അങ്ങനെ ഇത് വന്നിട്ട് കുറച്ചായിട്ടോ. അപ്പൊ ഏത് ഡേറ്റ്, ഡിസംബർ ആണോ എന്നൊരു സംശയമുണ്ട്. ഡിസംബറിലാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് തോന്നുന്നു. അങ്ങനെ അതിനുള്ളിൽ ചെയ്യണം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോ ഞാന് ഇത് വന്നപ്പോ തന്നെ നമുക്ക് അതിന് ശേഷം അവരായിട്ട് ഞങ്ങള് തന്നെ അവര് ചാനലൊക്കെ നിർത്തി, അതായത് എന്റെ ഈ ഫ്രണ്ട്സുകള് ചാനലൊക്കെ നിർത്തി അവര് കമ്പനിയിൽ വർക്ക് ചെയ്യൽ കൊടുത്തിട്ട്, അവരുടേതായിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്, അതിൽ തന്നെ 2 ആളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് വിചാരിച്ച രീതിയിൽ നല്ല കണ്ടന്റ് ആയിരുന്നു അവർ ഇട്ടിരുന്നത്. പക്ഷെ അതൊന്നും പോകുന്നില്ല, ചളിയല്ല ഇപ്പൊ പോകുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാനും താല്പര്യമില്ല. അപ്പൊ അത് കാരണം അവരത് ഒഴിവാക്കിയിട്ട് അവരുടേതായിട്ടുള്ള ജോബിന് പോയി. അപ്പം അതിന് ശേഷം പിന്നെ എന്റെ ചാനലിന്റെ വർക്കൊക്കെ, പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ ആയാലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യലൊക്കെ നമ്മളടുത്തുള്ള ഒരു പിന്നെ ഫാമിലി ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം അവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കൽ കേട്ടോ. അപ്പം ഇന്ന് വരെ നമ്മളടുത്ത് 1 രൂപ പോലും വാങ്ങാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞങ്ങളുടെ ഷോർട്ട് മൂവിക്ക് തമ്മിലൊക്കെ സെറ്റ് ചെയ്ത് തന്നിരുന്നു. ഒരു 10 പൈസ പോലും മേടിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചായി പോവുകയും ചെയ്തിരുന്നു. പിന്നെ അതിന് ശേഷവും എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ചാനൽ ശരിയാക്കി തരലും ഒക്കെ ആൾ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എന്തോ ബിസിയിലൊക്കെ ആയിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ പലതവണ പറഞ്ഞിരുന്നു, പിന്നെ ഞാൻ വിളിച്ചു നോക്കി, പിന്നെ കോൾ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് കിട്ടിയില്ല ആളെ. പിന്നെ അതിന് ശേഷം ഒരു പ്രാവശ്യം പറഞ്ഞപ്പം പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ ഓൺലൈനിലൂടെ ഇരുന്നു. പിന്നെ ഓക്കെ അടിച്ചു കൊടുത്തു, എല്ലാം സെറ്റാക്കി നോക്കി ഒക്കെ ചെയ്തിരുന്നു. പിന്നെ അതിന് ശേഷം പുള്ളിക്കാരൻ ഞങ്ങളോടൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അതിലൊരു വിശ്വാസം നമ്മൾ അർപ്പിച്ചു. കാരണം ആ വ്യക്തി അങ്ങനെയാണ്, നമുക്ക് അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ് ആള്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം അവിടെ വരുന്നില്ലല്ലോ. അപ്പൊ എല്ലാം ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അങ്ങനെ എന്നിട്ട് പറഞ്ഞ് ഡോളറൊക്കെ വന്ന് വരാനുള്ള സമയമായി. പിന്നെ അപ്പൊ മന്ത്ലി ഡോളറിന്റെ സമയത്ത് പെട്ടെന്ന് അതിൽ നിന്ന് ഒരു $30 കട്ടായി പോയി. ഭയങ്കര സങ്കടമായി പോയി എനിക്ക്. സങ്കടം എന്ന് പറഞ്ഞാൽ പറയണം. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു ബ്ലോഗർ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ വെച്ചാൽ അതിന്റെ റിസ്ക് എന്താണെന്നുള്ളത്. ഒരു $30 ആയി കിട്ടാൻ, $10 ആയി കിട്ടാൻ എത്രമാത്രം നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ട്. അപ്പൊ $30 ആയി കിട്ടണമെങ്കിൽ എത്രമാത്രം നമ്മൾ എത്ര ദിവസം എത്ര മാസമൊക്കെ കാത്തിരിക്കണം ഒന്നുണ്ടായി കിട്ടണമെങ്കിൽ എത്രമാത്രം റിസ്ക് എടുക്കണം. അപ്പൊ നമ്മളെ പോലുള്ളവർക്ക് കിട്ടാം, അല്ലാത്തവർ ഇപ്പൊ ചളി വിടുന്നവർക്ക് പെട്ടെന്ന് ആടാവും. അല്ലാതെ
ചളി ഇട്ട് കയറി വലിയതായിട്ട് പിന്നെ മേൽക്കോയ്മ കാണിക്കുന്ന നല്ല ഡീസെന്റ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കയറി കഴിഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാം. അപ്പൊ പിന്നെ വന്നവർ ഇറങ്ങി പോകുന്നില്ലല്ലോ. അപ്പൊ അവർക്കൊക്കെ അതിനനുസരിച്ച് കയറും. മനസ്സിലാക്കണം. നമ്മളത് അതല്ല. നമുക്കത് നമ്മളേക്ക് നമ്മൾ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ മാതിരിയാണ്. നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും കേൾക്കാൻ ആരുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ എന്ത് പറയണം, എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞാന് നമ്മളെ മലയാളം യൂട്യൂബ് കോർണർ ഷമീർ സാറെ കണ്ടു. ഷമീർ സാറെ കണ്ടില്ല, സോറി. ഷമീർ സാറെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം പെട്ടെന്ന്, ഞാൻ പേടിച്ചു പോയി. കാരണം സാധാരണ പലരും പറയാറുണ്ട്, ഞാനും അതിന് മുമ്പ് ഒരു വിഷയത്തിന് ഞാൻ ഇതുപോലെ കോണ്ടാക്ട് ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു പഠിച്ചോനെ ഏതായാലും വേണ്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒക്കെ പറഞ്ഞേ നീ ട്രൈ ചെയ്ത് നോക്ക്, ആയി പോയാ പോയി ഇല്ലേ, ഒന്ന് ചെയ്ത് നോക്കുന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അറ്റ കൈക്ക് ഞാൻ ഒന്ന് നോക്കി. അങ്ങനെ വാട്സപ്പിൽ ഞാൻ മെസ്സേജ് ചെയ്തു. ആള് അപ്പൊ തന്നെ നമുക്ക് റിപ്ലൈ തന്നു. അപ്പൊ ഞാൻ ഇതിന്റെ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഞാനിങ്ങനെ സാറേ ഞാനിങ്ങനെ ഒരു സംഭവമാണ്, പിന്നെ ആഡ്സൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, അത് കാരണത്താൽ എന്റെ ഡോളർ കട്ടായി പോയി, പിന്നെ എത്ര ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, എന്ന് ചെയ്യാൻ പറ്റും സാറേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ചെയ്യല്ലോ, അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ, ഓക്കെ. അപ്പൊ സാറിന്റെ ഫീ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എന്നോടും ഇത്ര എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഇത് മാത്രമേ ചെയ്യാനുള്ളൂ, ബാക്കിയൊന്നും കുഴപ്പമില്ല, വേറെ ഒന്നും എന്റെ കുഴപ്പമില്ലല്ലോ, വേറെ ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇപ്പൊ എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് സംതിങ് കുറച്ചും തന്ന് സന്തോഷമായി, വളരെ സന്തോഷമായി. അതാണ് വേണ്ടത്. എല്ലാവരും ക്യാഷിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ക്യാഷിന് വേണ്ടിയിട്ട്, നാട് നന്നാക്കാനല്ല. നമ്മൾക്ക് ക്യാഷ് കിട്ടുക, ഏണിങ്സ് ഉണ്ടാകാനാണ് നമ്മളും ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ പ്രശ്നങ്ങളാണ് അവരോടും പറയുന്നത്. അവർക്കും കുടുംബം നോക്കാനുള്ളല്ലേ. അവരെ നമ്മളിങ്ങനെ സഹായിക്കാൻ നടന്നാല് ഒരാളൊന്നല്ലല്ലോ, ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇങ്ങനെ സഹായിച്ചു കൊടുത്താൽ അവരുടെ ടൈം പോവല്ലേ. അപ്പൊ അവരുടെ കുടുംബം എങ്ങനെ പോറ്റും? അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് എന്താ പറയാ, മൂല്യര് യാസിനോദാൻ വന്നാല് പൈസ കൊടുക്കണം എന്നറിയും. എല്ലാ വീട്ടിലും എല്ലാ ആൾക്കാരും വിളിച്ചിട്ട് മൂല്യരെ കൊണ്ട് യാസിനോദിക്ക് ദുആ ചെയ്യിപ്പിച്ചാൽ അയാളെ കുടുംബം എങ്ങനെ കൊല്ലരും? അവർക്ക് പണം വേണ്ടേ? അവർക്ക് നയിക്കാനുള്ള നേരമില്ല. വീടാന്നേരം വിളിച്ചിട്ട് യാസിനോദിപ്പിക്കുകയാണ്, ആട് ചായം കടി കൊടുത്ത് പറഞ്ഞേക്കും. അപ്പൊ അവരെ വയറ് മാത്രമല്ലേ ഇതാവുള്ളൂ, ബാക്കിയുള്ള അയാളെ പ്രതി ജീവിക്കുന്നവരുണ്ടാവില്ലേ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞ, ഞാൻ ജോലിയാണ് ചെയ്യുന്നത്, എനിക്ക് ഇത്ര കിട്ടണം. നമ്മൾ പറയുന്നത് നമുക്ക് ഇത്ര തരാൻ പറ്റുള്ളൂ, നിങ്ങൾ സഹായിക്കാൻ പറ്റുമോ? അപ്പൊ അത് അവരെ ഇഷ്ടം. അപ്പൊ നമ്മളെ കൊണ്ട് നമുക്ക് ഹാപ്പിയായി, അവർക്ക് ഹാപ്പിയായി. എന്താ, രണ്ടു കൂട്ടരും പൊരുത്തപ്പെട്ട് ഞാൻ അവർക്ക് കൊടുത്തും ചെയ്ത് അവരത് ദിവസങ്ങൾ കൊണ്ട് സെറ്റാക്കി തന്നു. എന്നിട്ട് അതിന്റെ റിസൾട്ട് എനിക്ക് പിന്നെയും വിട്ടെന്നു. ഇങ്ങനെ ആയിട്ടുണ്ട്, എന്റെ ജോലി ഇവിടെ വെച്ച് കഴിഞ്ഞു, എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് എനിക്ക് എന്റെ എല്ലാ ഷോർട്സും അതിന്റെ ഇതും വിട്ടെന്നു, സ്ക്രീൻഷോട്ടൊക്കെ വിട്ടെന്നു. നമ്മളിപ്പോ ഒരാളോട് സഹായം ചോദിക്കുമ്പോൾ ആ വ്യക്തി നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, സഹായിക്കുന്ന വ്യക്തിക്ക് മനസ്സിലുണ്ടായിരിക്കും ഇത്ര വേണം എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പ്രതിഫലം കിട്ടണം എന്ന്. അത് കിട്ടാഞ്ഞാൽ പിന്നീട് ആ വ്യക്തിനോട് നമ്മൾ 1, 2, 3 വട്ടം 4 വട്ടം പറയേക്കാരം. പിന്നെ 2ാം പ്രാവശ്യം പിന്നെ ആ വ്യക്തി എന്താ പറയാ, മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ നമുക്ക് റിപ്ലൈ തരാതെ ഇരുന്നാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുക? ഫ്രീ ആയിട്ട് ചെയ്യുമ്പോഴേ, അതായത് നമ്മൾ ക്യാഷ് കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ 2ാം തവണ അവരോട് പറയാനും നമുക്ക് തോന്നും, ഇന്ന മാതിരി ഇനിയും ഉണ്ട് കേട്ടോ, ഇതൊന്നും ചെയ്തേരോ എന്ന് നമുക്ക് തോന്നും. എന്താ, നമ്മൾ അവിടെ കട്ട് ചെയ്തു. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തന്നു, നമ്മൾ അതിന് പ്രതിഫലം കൊടുത്തു കഴിഞ്ഞു. അപ്പം അവിടെ വെച്ചിട്ട് ആ ഡീൽ അവിടെ കഴിഞ്ഞു. പക്ഷെ നമുക്ക് ചെയ്തു തന്നുള്ള ഉപകാരം വലിയൊരു ഉപകാരം തന്നെയാണ്. പണം കൊണ്ടെല്ലാം നടക്കൂല. പക്ഷെ അതിന് നമ്മളൊരു പ്രതിഫലം കൊടുത്തു എന്നുള്ളതും അതൊരു തന്നെയാണ്, അവർക്കും അതൊരു ഉപകാരം തന്നെയാണ്. 10 ആൾക്കാരെ ഇങ്ങനത്തെ ഒരു വർക്ക് കിട്ടുകയാണെങ്കിൽ അവർക്കും അതൊരു ഏണിങ്സ് അല്ലേ. അപ്പൊ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മറ്റുള്ളവരോടും പറയും, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ന ആളെ സന്ദർശിച്ചോ, അവരോട് ഇങ്ങനെ പറഞ്ഞോ. നമ്മളാൽ ഒരുപാട് ആൾക്കാർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പല ആൾക്കാരും നമ്മളോട് ഫീഡ്ബാക്ക് പറഞ്ഞത്, ഈ വ്യക്തിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതായത് മുൻപ് പറഞ്ഞിട്ടുള്ള വ്യക്തിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം പോലെ കാസർഗോഡ് വരെയുള്ള ടീമുകൾ നമ്മളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. എല്ലാവരും എന്നോട് ചോദിക്കുമ്പോൾ അവർക്കൊക്കെ ഞാൻ കൊടുത്തിരുന്ന നമ്പറും പിന്നെ ചാനലിന്റെ ലിങ്കും ഒക്കെ ഈ വ്യക്തിൻ്റെതായിരുന്നു. പക്ഷെ അവരൊക്കെ നിരാശപ്പെട്ട് ഒടുവിൽ ചിലരൊക്കെ ഒന്നും അറിയാത്ത ആൾക്കാരാണ്. ഏതോ രീതിയിൽ അവർക്കൊരു ചാനൽ ആരോ കൊടുത്തിട്ട് ഒരു വിധം അങ്ങോട്ട് കയറി വന്നിട്ട് പിന്നെ ചെറിയൊരു കാരണത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ തന്നെ ഡിലീറ്റ് ചെയ്തതായിരുന്നു. അവരൊക്കെ വിളിച്ചിട്ട് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ വ്യക്തികൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ സാഹചര്യം അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. പിന്നെ ലാസ്റ്റ് അവരതന്നെ ഉപേക്ഷിക്കുകയും ചെയ്തത്. പിന്നെ ഞാൻ ഇങ്ങനെ ഉള്ള ഒരു സംഭവം അറിയില്ല. അപ്പൊ ഇതും കിട്ടുമെന്നുള്ളത് എനിക്ക് അറിയില്ലേ. അതായത് ഷമീർ സാറ് ഇങ്ങനെ ഓക്കെ ആയി കിട്ടുമെന്നുള്ളത് അറിയില്ലായിരുന്നു. എന്തായാലും മലയാള യൂട്യൂബ് കോർണർ ഷമീർ സാറ് പിന്നെ വീഡിയോ
മാക്സിമം ഞാൻ കാണുന്ന ആളാണ്. ഇതിന്റെ മുമ്പ് ഞാൻ ഒമാനിൽ നിൽക്കുന്ന സമയത്ത് സ്ഥിരം കണ്ടിരുന്നതാണ്. സ്റ്റാർട്ടിങ് ചെയ്തിരുന്ന സമയത്ത് വീഡിയോസ് കണ്ടിരുന്നു. അങ്ങനെ ആ സമയത്ത് പിന്നെ എന്നെ പ്രൊമോ ചെയ്തിട്ടുണ്ട്. സാറ് എന്നെ പ്രൊമോ ചെയ്തിട്ട് എനിക്ക് മറക്കാൻ പറ്റില്ല. ആ സമയത്ത് പിന്നെ ഞാൻ എന്താ 1K ആവാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അതിൽ വന്ന് സാറിന്റെ വീഡിയോന്റെ താഴെ വന്നിട്ട് കമന്റ് ഇട്ടിരുന്നു. അപ്പൊ അന്ന് ഓരോരുത്തരെ ഇങ്ങനെ പ്രൊമോ ചെയ്ത് കൊടുക്കണ്ടായിരുന്നു, ഓരോരുത്തരെ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെ എനിക്കാണ് പിന്നെ ഒരു ഇത് വന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്റെ ചാനൽ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടലെടുത്തി. അപ്പൊ ഷമീർ സാറ് പറഞ്ഞിട്ടാണ് ഈ ചാനൽ വന്ന് കമന്റ് ഇടണമെന്ന് പറഞ്ഞിട്ട് വീഡിയോ വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഫേസ് കാണിച്ചിട്ടുള്ള ആദ്യത്തെ വീഡിയോ തുണി അലക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം പിന്നെ അലക്കി തോരയിടാൻ വേണ്ടിയിട്ട് ടെറസിൽ പോയ സമയത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് എടുത്ത ഒരു കോമഡി പോലെ പറഞ്ഞിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. ലാസ്റ്റ് ഒരു ഇതില്ലാതെ എടുത്ത വീഡിയോ ആണ്. പക്ഷെ അതൊരു രസമായി, എല്ലാവർക്കും ഒരു കോമഡി പോലെ ആയി. അങ്ങനെ എല്ലാവരും വന്നിട്ട് അങ്ങനെ വണക്കായി ഒക്കെ ചെയ്തിരുന്നു. ഇപ്പൊ അതുപോലെ തന്നെ ഈ സമയത്ത് എനിക്ക് നല്ല ഉപകാരമായിട്ടുണ്ട്. വളരെയധികം മറക്കാൻ പറ്റില്ല സാറേ. ഞാനിത് അതിന്റെ ഇടയിൽ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച ഷോർട്ടെങ്കിലും ചെയ്തിടണം സാറിന് വേണ്ടിയിട്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് സമയം കിട്ടാഞ്ഞിട്ട് സാറിനോട് പലവട്ടം പറഞ്ഞിരുന്ന ചാനല് വീഡിയോ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രാവശ്യം പറഞ്ഞു. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ 3 മണിക്ക് 2 മണിക്കൊക്കെയാണ് ഞാൻ വീട്ടിൽ കയറുന്നത്. 4 മണിക്കൊക്കെ വന്ന ദിവസങ്ങളുണ്ട്. കാരണം റംസാന്റെ സമയത്ത് കാരണം നല്ല തിരക്കായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഒരാളെ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഒരുപാട് വർക്കുകളും പിന്നെ നമുക്ക് റെഡിമെയ്ഡും ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അതും ഇതെല്ലാം കൂടെ ആയിട്ട് കസ്റ്റമറും ഒക്കെ ആയിട്ട് ആകെ പെട്ട് കിടക്കായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ 2ാം പ്രാവശ്യം നമ്മൾ വിഷുവിന്റെ വിഷു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ കുറച്ച് നേരത്തെ വരുന്നുണ്ട്. അത്രയൊന്നും പെരുന്നാളിന്റെ റംസാന്റെ ഒക്കെ അത്രയൊന്നും തിരക്കില്ല. എന്നാലും കുറച്ച് നേരത്തെ ഞാൻ വരുന്നുണ്ട്. അപ്പൊ വലിയൊരു ഇതില്ല. അപ്പൊ എന്തായാലും ഞാൻ ആ 2 വാക്ക് പറയാമെന്ന് വിചാരിച്ച് വന്നതാണ്. പുതിയ ചാനൽ തുടങ്ങിയിട്ടുള്ള എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആഡ്സൻസിന്റെ കാര്യങ്ങള് ഒട്ടും വിട്ടുവീഴ്ച വരുത്തരുത്. ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് അപ്ഡേഷൻ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാ മൈൻഡ് ചെയ്യാതെ എവിടെയെങ്കിലും അങ്ങനെ ഇട്ട് വെക്കണ്ട. നല്ല ഡോളർ കട്ടാവും. പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി ഇതിന് കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ സമീർ സാറ് അത് ചെയ്ത് തന്നു കഴിഞ്ഞതിന് ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ആ സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് വിട്ടുതന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ $30 ഈ മാസത്തേക്ക് ഏണിങ്ങിന്റെ കൂടെ ഇട്ട് തന്നു കേട്ടോ അവര്. അത് വന്നു, പെട്ടെന്ന് വന്നതാണ്. ഞാനത് ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല ആ പൈസ അത് കിട്ടുമെന്ന്. അത് പോയിന്ന് വിചാരിച്ചാണ്. കഴിഞ്ഞ മാസത്തിൽ എനിക്ക് കിട്ടി, ക്യാഷ് കിട്ടി. അപ്പൊ ഈ മാസത്തിലേക്ക് ആ പൈസ എനിക്ക് പെട്ടെന്ന് കയറി വന്ന്. അപ്പൊ അതുകൊണ്ട് ആ പൈസ പോയിട്ടില്ല, മിസ്സായിട്ട് പോയിട്ടില്ല. അതൊരു അത്ഭുതം തന്നെ കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് മാത്രമായിട്ട് കിട്ടുകയാണോന്ന് അറിയില്ല. പിന്നെ അതല്ല, യൂട്യൂബ് അങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുപോലെ കിട്ടിയതാണോന്നും അറിയില്ല കേട്ടാ. പക്ഷെ എനിക്ക് ആ നഷ്ടപ്പെട്ട ഡോളർ എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടി. ആ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ചാനൽ തുടങ്ങുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിച്ചോളിയും. നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖല തന്നെയാണിത്. പക്ഷെ ആ മേഖല ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഡോളർ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ടിപ്സ് പറയുമ്പം പിന്നെ യൂട്യൂബ് ചാനലിലെ ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ടാക്കാതെ മാക്സിമം നല്ല കണ്ട് അത് മനസ്സിലാക്കി അതുപോലെ തന്നെ ചാനൽ ഗ്രോത്ത് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. എന്തായാലും സാറിനൊരു ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, മറക്കാൻ പറ്റില്ല. ശരി, ഓക്കെ.